Section 9.8 Taylor and Maclaurin series. f of x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഐയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മളുടെ ഡിഫൈൻ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ തന്നെ ഫംഗ്ഷൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഫംഗ്ഷൻ സെൻറ്റർ ചെയ്യുന്ന പോയിന്റ് എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ f of xനെ സം ഓഫ് പവർ സീരീസ് അബൌട്ട് x ഈക്വൽ ടു എ ഓൺ ഐ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയായിരുന്നു ഇല്ലേ. പവർ സീരീസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? f of x ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എൻ, അതായത് എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് എ ടു ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് എ എൻ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് എക്സിട്ര വിത്ത് എ പോസിറ്റീവ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എ വൺ പ്ലസ് ടു എ ടു എക്സ് മൈനസ് എ പ്ലസ് എക്സിട്ര വരും. അതുപോലെ തന്നെ എല്ലാ ഡെറിവേറ്റീവ്സും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് റേസ് ടു എൻ എക്സ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ പ്ലസ് എ എൻ പ്ലസ് സം ഓഫ് ടേംസ് വിത്ത് എക്സ് മൈനസ് എ ആർ ഫാക്ടേഴ്സ്. എക്സ് ഈക്വൽ ടു എയിൽ ഈക്വേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന കാരണം നമ്മൾ എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എ നോട്ട് എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു എ വൺ എഫ് ഡബിൾ ഡാഷ് എ ഈക്വൽ ടു എ ടു അങ്ങനെ അങ്ങനെ പോയി എഫ് റേസ് ടു എൻ എ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ എ എൻ എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആണ്, എ വൺ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ ആണ്, അങ്ങനെ പോയി എ എൻ ഈക്വൽ ടു എഫ് റേസ് ടു എൻ എ ബൈ എൻ ഫാക്ടോറിയൽ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ടൈലർ സീരീസ് എന്താണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ഓർമ്മിരുന്നാൽ മതി. Taylor series of f at c. If f has a power series representation at c, that is of if f of x equal to summation x equal to 0 to x a n x minus c whole raised to n modulus of x minus c less than r, then f raised to n of c exists for every positive integer n and a n equal to f raised to n of c by n factorial. Thus f of x equal to summation n equal to 0 to infinity f raised to n of c by n factorial into x minus c whole raised to n, which is equal to f of c plus f dash of c into x minus c plus f double dash of c by 2 factorial x minus c whole square plus etc. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ ഓഫ് എഫ് റേസ് ടു എൻ ഓഫ് സി ബൈ എൻ ഫാക്ടോറിയൽ എസ് മൈനസ് സി ഹോൾ റേസ് ടു എൻ, which is equal to f of c plus f dash of c into x minus c plus f double dash of c by 2 factorial x minus c whole square plus etc. ഇതിനെയാണ് നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സി ഈക്വൽ ടു 0 ആവുമ്പോൾ ടൈലർ സീരീസ് ഇങ്ങനെ വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എഫ് റേസ് ടു എൻ ഓഫ് 0 ബൈ എൻ ഫാക്ടോറിയൽ എക്സ് റേസ് ടു എൻ, which is equal to f of 0 plus f dash of 0x plus f double dash of 0 by 2 factorial x square plus f triple dash of 0 x cube by 3 factorial plus etc. സീറോയിൽ സെൻറ്റർ ആയിട്ട് വരുന്ന ടൈലർ സീരീസിനെ നമ്മൾ മക്ലോറിയൻ സീരീസ് ഓഫ് എഫ് എന്നാണ് പറയുന്നത്. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. Find the Maclaurin series of f and determine its radius of convergence. Maclaurin series ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സെൻറ്റർ ചെയ്തേക്കുന്നത് സീറോയിലാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. എഫ് ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എല്ലാം 1 ആണ്. ഇനി നമ്മൾ ഈ കിട്ടിയ വാല്യൂസൊക്കെ ഈ ഡെഫിനിഷനിൽ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര പ്ലസ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി പവർ സീരീസ് വരുമ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. ആണ്.
അപ്പോൾ നമുക്ക് ഈ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ UN എന്ന് പറയുന്നത് x⁻n/n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് UN+1/UN കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി x/n+1 എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ലിമിറ്റ് 0 ആണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടൈലർ സീരീസ് ഫോർ f(x) = ln(x) at 1 ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. അപ്പോൾ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ln(x)ലാണ്, 1ലാണ് നമുക്ക് ടൈലർ സീരീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ f(x) = ln(x) ആണ്. f'(x) = 1/x വരും. f'(x) എന്ന് പറയുമ്പോൾ -1/x², അതായത് -x⁻² വരും. f'(x) എന്ന് പറയുന്നത് 2x⁻³ വരും. അങ്ങനെ പോയി f'(n) എന്ന് പറയുമ്പോൾ -1n−1 n−1 ഫാക്ടോറിയൽ ഇൻറ്റു x⁻⁻1 എന്നുള്ളത് വരും. ഓക്കെ, ഇനി അറ്റ് 1ൽ ഈ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. f(1) എന്ന് പറയുമ്പോൾ 0 ആണ്, f'(1) എന്ന് പറയുന്നത് 1 ആണ്, f'(1) എന്ന് പറയുന്നത് -1 ആണ്, f'(1) എന്ന് പറയുന്നത് 2 ആണ്. ഇനി ടൈലർ സീരീസിൻ്റെ എക്സ്പാൻഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 0 + 1 × x−1 പ്ലസ് -1/2 ഫാക്ടോറിയൽ ഇൻറ്റു x−1² പ്ലസ് 2/3 ഫാക്ടോറിയൽ ഇൻറ്റു x−1³ പ്ലസ് എക്സിട്ര എന്നുള്ളത് വരും. അതായത് x−1 പ്ലസ് -(x−1²/2 ഫാക്ടോറിയൽ പ്ലസ് x−1³ 3 -x−1⁴/4 പ്ലസ് എക്സിട്ര എന്നുള്ളത് വരും. ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ n = 1 to infinity -1n−1 x−1⁴n/n എന്നുള്ളത് വരും. ഓക്കെ, നമുക്ക് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഈ ജനറൽ ആയിട്ടുള്ള ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ UN എന്ന് പറയുന്നത് -1n−1 x−1⁴n/n ആണ്. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് UN+1/UN വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് -1n x−1⁴n+1/n+1 ഇൻറ്റു n/-1n−1 x−1⁴n. നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലിമിറ്റ് മോഡുലസ് ഓഫ് x−1 എന്ന് വരും. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്യുന്നത് മോഡുലസ് ഓഫ് x−1 <1 വരുമ്പോഴാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0നും 2നും ഇടയിലാവുമ്പോഴായിരിക്കും ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. x = 0 ആണെങ്കിൽ നമ്മളുടെ സീരീസ് എന്ന് പറയുന്നത് 0 to 2 ഇൻ്റർവെല്ലിൽ കൺവേർജൻ്റ് ആണ്, n പോയിൻറ്റ്സിൽ കൺവേർജൻ്റ് ആണോ നോക്കാം. x = 0 വരുമ്പോൾ നമ്മളുടെ സീരീസ് സമ്മേഷൻ n = 1 to infinity -1/n ആണ് വരിക. ഇത് നെഗറ്റീവ് ഹാർമോണിക് സീരീസ് ആണ്, സോ ഡൈവേർജൻ്റ് ആണ്. x = 2ൽ നമ്മളുടെ സീരീസ് സമ്മേഷൻ n = 1 to infinity -1n−1/n ആണ് വരിക. ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ln(x) എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ്ഡ് 0 to ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കുക. f(x) = sin(x). മെക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസും കണ്ടുപിടിക്കണം. f(x) = sin(x) ആണ്, f'(x) = cos(x) ആണ്, f'(x) = -sin(x) ആണ്, f'(x) = -cos(x) ആണ്. f(0) കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0, f'(0) വരുമ്പോൾ 1, f'(0) എന്ന് വരുമ്പോൾ 0, f'(0) എന്ന് പറയുന്നത് -1. അപ്പോൾ ഇനി f(x) കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ എക്സ്പാൻഷൻ അനുസരിച്ചിട്ട് f(0) എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 1 × x/1 ഫാക്ടോറിയൽ പ്ലസ് പിന്നെ നെക്സ്റ്റ് f'(0) എന്ന് പറയുമ്പോൾ 0 ആണ്, 0 × x²/2 ഫാക്ടോറിയൽ മൈനസ് 1 × x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര എന്ന് വരും. നമ്മളൊന്നും കൂടെ വൃത്തിക്ക് എഴുതുമ്പോൾ x മൈനസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് x⁵5/5 ഫാക്ടോറിയൽ മൈനസ് x⁷7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര എന്ന് വരും. which is equal to summation n = 1 to infinity -1n/2n+1 factorial x⁻²n+1 എന്നുള്ളത് വരും.
ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫൈനൽ എക്സ്പാൻഷൻ നോക്കുക. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് un+1/un കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0 വരും. ലിമിറ്റ് 0 ആണെങ്കിൽ (1) ആണ്. ലിമിറ്റ് ഇവിടെ 0 ആണ് നമുക്ക് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് പറയുമ്പോൾ -∞ to ∞ ആണ്. അതുപോലെ തന്നെ f(x) ഇത് ഓർത്തിരിക്കുക കേട്ടോ. sin x-ൻ്റെ മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത് x - x³ 3 പ്ലസ് x⁵5 മൈനസ് x⁷7 പ്ലസ് എക്സിട്ര ആണ്. അതുപോലെ തന്നെ ഇനി cos x-ൻ്റെ മക്ലോറിൻ സീരീസ് കാൽക്കുലേറ്റ് ചെയ്യാം. f(x) = cos x ആണ്. f'(x) = -sin x വരും. f'(x) എന്ന് പറയുന്നത് -cos x ആണ്. f'(x) എന്ന് പറയുന്നത് sin x ആണ്. f(0) 1, f'(0) വരും. f'(0) എന്ന് പറയുന്നത് -1 വരും. f'(0) എന്ന് പറയുന്നത് 0 വരും. f(x) എന്ന് പറയുന്നത് 1 - x² പ്ലസ് x⁴/4 മൈനസ് x�6/6 എന്ന് പറഞ്ഞ് വരും. ഇതിന് നമുക്ക് ഒന്നും കൂടെ വേറെ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. f(x) എന്ന് പറയുന്നത് cos x ആണ്. sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണല്ലോ cos x കിട്ടുന്നത്. cos x = d/dx ഓഫ് sin x. sin x-ൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ sin x-ന് പകരം എക്സ്പാൻഷൻ ചെയ്താൽ ഡെറിവേറ്റീവ് ഓഫ് x - x³ പ്ലസ് x⁵5 എക്സിട്ര. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 - x² പ്ലസ് x⁴/4 മൈനസ് x�6/6 പ്ലസ് എക്സിട്ര എന്ന് പറഞ്ഞ് കിട്ടും. ജനറൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ സമ്മേഷൻ n = 0 to ∞ -1/n/2n x⁴n വരും. ഇതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -∞ to ∞ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 1+x⁴k എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ മക്ലോറിൻ സീരീസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ 1+x⁴k ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ k × 1+x⁴k - 1 വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ k × k - 1 × 1+x⁴k - 2 വരും. തേർഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ k × k - 1 × k - 2 × 1+x⁴k - 3 വരും. ഇനി nth ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ k × k - 1 എക്സിട്ര k - n+1 × 1+x⁴k - 1 വരും. മക്ലോറിൻ ആയ കാരണം x = 0 f(0) 1 ആണ്. f'(0) k ആണ്. f'(0) k × k - 1 ആണ്. f'(0) k × k - 1 × k - 2 ആണ്. fn(0) എന്ന് പറയുന്നത് k × k - 1 എക്സിട്ര k - n+1 ആണ്. ഇനി ഈ വാല്യൂസൊക്കെ ടെയ്ലർ സീരീസ് മക്ലോറിൻ സീരീസിൻ്റെ എക്സ്പാൻഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് f(x) എന്ന് പറയുന്നത് 1 + kx പ്ലസ് k × k - 1/2 x² പ്ലസ് എക്സിട്ര എന്ന് വരും. ജനറൽ ഫോം എഴുതുമ്പോൾ സമ്മേഷൻ n = 0 to ∞ k × k - 1 k - 2 എക്സിട്ര k - n+1 ഹോൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ × x⁴n വരും. ഇവിടെ k എന്ന് പറയുന്നത് >0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സീരീസ് ആണ് നമുക്ക് വരുന്നത്. അത് കൺവേർജ് ചെയ്യും. k എന്ന് പറയുന്നത് <0 ആണെങ്കിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് അനുസരിച്ചിട്ട് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ un എന്ന് പറയുന്നത് സമ്മേഷൻ n = 0 to ∞ k × k - 1 k - 2 എക്സിട്ര k - n+1/n ഫാക്ടോറിയൽ × x⁴n കൊടുത്തിട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് un+1/un കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് mod x വരും. mod x <1 വരുമ്പോഴാണ് കൺവേർജൻ്റ് ആവുന്നത്. അതായത് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -1 to 1 ആണ്. ഇനി നെക്സ്റ്റ് ബൈനോമിയൽ സീരീസ്. ബൈനോമിയൽ സീരീസ് എന്ന് പറയുന്നത് k ഒരു റിയൽ നമ്പർ ആണ്. mod x <1 ആണെങ്കിൽ നമുക്ക് ബൈനോമിയൽ സീരീസിന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. 1+x⁴k നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ 12th പഠിച്ചിട്ടുള്ളതല്ലേ, അത് തന്നെയാണ്, സെയിം തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. 1+x⁴k is equal to 1+kx plus k × k - 1/2 factorial × x² plus k × k - 1 × k - 2/3 factorial × x³ plus etc. which is equal to summation n = 0 to ∞ kcn x⁴n. ഓക്കെ, ബൈനോമിയൽ സീരീസിൻ്റെ ഓരോ ടേംസിൻ്റെയും കോഎഫിഷ്യൻസിനെ നമ്മൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പറയുക. ബൈനോമിയൽ സീരീസ് -1 നും 1 നും ഇടയിലാണ് കൺവേർജൻസ് ആവുന്നത്.
ഓക്കെ, കെയുടെ വാല്യൂ -1നും 0യ്ക്കും ഇടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കെ <0 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 1ൽ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. കെ >0 ആണെങ്കിൽ രണ്ട് എൻഡ് പോയിൻറ്റ്സിലും സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെക്ലോറിൻ സീരീസുകൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് പഠിച്ചു വയ്ക്കുക. 1/1 - x എന്ന് പറയുന്നത് 1 + x + x² + etc. which is equal to summation n equal to 1 to infinity x raised to n. ഈ raised to xൻ്റെ എക്സ്പാൻഷൻ 1 + x + x² 2 factorial + x³ 3 factorial + etc. plus which is equal to summation n equal to 0 to infinity x raised to n by n factorial. Sin x and expansion x minus x³ 3 factorial plus x raised to 5 by 5 factorial minus x raised to 7 by 7 factorial plus etc. അതായത് summation n equal to 0 to infinity minus 1 raised to n x raised to 2n plus 1 by 2n plus 1 factorial. Cos x and expansion 1 minus x² by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial etc. Summation n equal to 0 to infinity minus 1 raised to n x raised to 2n by 2n factorial. അതുപോലെ തന്നെ ln 1 plus xൻ്റെയും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും 1 plus x ഹോൾ റേസ് ടു കെൻ്റെ എക്സ്പാൻഷനാണ് തന്നിരിക്കുന്നത്. എക്സ്പാൻഷനും അതുപോലെ തന്നെ ജനറൽ എക്സ്പ്രഷനും ഇൻ്റർവൽ ഓഫ് കൺവേർജൻസും ഓർത്ത് വയ്ക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും.